ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് LSSൻ്റെ മലയാളം ആക്ടിവിറ്റീസുമായിട്ടാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് മൂന്നാമത്തെ പാർട്ടാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി 1-2 പാർട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാഠഭാഗത്തെ മാക്സിമം പ്രവർത്തനങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് തീവണ്ടി പാത. അത് പിരിച്ചെഴുതുമ്പോൾ തീവണ്ടി പ്ലസ് പാതയാവും. അതായത് ഇപ്പം ഉള്ളത് വെറും പായായി മാറും. അതേപോലെ കൂടെ കൂടി, കൂടെ പ്ലസ് കൂടി, അതും ഒക്കെയുള്ളത് വെറും കായായി മാറും. ഇനി പുറത്തിറങ്ങി, പുറത്ത് പ്ലസ് ഇറങ്ങി, പുറത്തിറങ്ങി എന്നുള്ളത് ഈ ചിഹ്നവും വന്ന് കൂടെ ഈയും വന്നു. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നം പ്ലസ് ഈ ഒന്നിച്ച് എഴുതുമ്പോൾ പുറത്തിനായി. അടുത്തത് മുമ്പുള്ളതിനേക്കാൾ. അപ്പം മുമ്പ് പ്ലസ് ഉള്ളതിനേക്കാൾ, മുമ്പുള്ള എന്നുള്ളത് ഈ ചിഹ്നം വന്നു, പിന്നെ ഊയും കൂടി വന്നു അതിൻ്റെ കൂടെ. അപ്പോൾ എന്താ, മുമ്പുള്ള, മുമ്പ് പ്ലസ് ഉള്ള എന്നായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് അർത്ഥം നോക്കാം. നോവിക്കാതെ, വേദനിപ്പിക്കാതെ. അപ്പോൾ നോവ് എന്ന് പറയുമ്പോൾ വേദന എന്നാണ് അർത്ഥം. ചന്തമുള്ള, ഭംഗിയുള്ള. ചന്തം അർത്ഥം ഭംഗി. പരിഭ്രമം, പേടി. പരിഭ്രമത്തിൻ്റെ അർത്ഥം പേടി എന്നാണ്. അടുത്തത് തക്ക സമയത്ത്, കൃത്യസമയത്ത്. ഇവിടെ തക്കം എന്ന അർത്ഥം വന്നത് എന്താണ്, കൃത്യം എന്നാണ്. ഇനി തക്കത്തിൻ്റെ തന്നെ വേറൊരർത്ഥമുണ്ട്, തക്കം പാർത്തു. അപ്പോൾ എന്താർത്ഥം വരിക, അവസരം നോക്കി. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആ ചോദ്യോത്തരം ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം. മോനുവും കുടുംബവും സഞ്ചരിച്ച തീവണ്ടിക്ക് വേഗത കുറവായിരുന്നു. വളരെ പതുക്കെയായിരുന്നു തീവണ്ടി പോയിരുന്നത്. വേഗത കുറവായതുകൊണ്ടാണ് കാറ്റത്തിട്ട അമ്മിയെപ്പോലൊരു വണ്ടി എന്ന് മോനു പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. ഈ പ്രയോഗം വിലയിരുത്തുക. അല്ലെ, ഈ പ്രയോഗത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നതെന്ന് വിലയിരുത്തുക. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അമ്മി എന്ന ഉപകരണം ഭാരമുള്ള കല്ലാണ്. ഒരു കാറ്റടിച്ചാലൊന്നും അത് അനങ്ങുകയില്ല. ഈ പ്രയോഗത്തിലൂടെ ഇവിടെ അർത്ഥമാക്കുന്നത് തീവണ്ടി അത്രയും പതുക്കെയാണ് പോകുന്നത് എന്നാണ്. കുറഞ്ഞ വേഗത കാണിക്കാൻ ഇതിലും നല്ല പ്രയോഗം വേറെയില്ല. നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത്? ഇതിൻ്റെ ഉത്തരം നോക്കാം. കുറഞ്ഞ വേഗതയിലുള്ള വണ്ടിയിലാണ് യാത്ര എന്ന് അമ്മ പറഞ്ഞപ്പോൾ കുട്ടികളുടെ സന്തോഷമെല്ലാം പോയി. കാരണം യാത്ര എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വപ്നം കണ്ടത് നല്ല വേഗതയുള്ള ഒരു യാത്രയായിരുന്നു. പിന്നീട് യാത്ര ആരംഭിച്ചപ്പോഴും കുട്ടികൾ അവരുടെ താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വേഗത കുറഞ്ഞ യാത്രയായത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാഴ്ചകളും കണ്ടു ആസ്വദിക്കാനും സന്തോഷിക്കാനും സാധിച്ചു. അതുകൊണ്ടാണ് അമ്മയുടെ മുഖം നോക്കിയപ്പോൾ കുട്ടികൾക്ക് ചമ്മൽ തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ. നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ. യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ഒരു ഘടനയുണ്ട്. അപ്പോൾ ആ ഘടന പാലിച്ച് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് ഞാനിവിടെ പറയാം. അതിനുശേഷം നമുക്ക് യാത്രാ വിവരണം എഴുതാം. യാത്രാ വിവരണത്തിൻ്റെ ഘടന നോക്കാം. ആദ്യം തന്നെ ആകർഷകമായ ഒരു തലക്കെട്ട്, അതായത് ഹെഡിങ് വേണം. പിന്നെ വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തുടക്കം വേണം. കണ്ട സ്ഥലങ്ങൾ, കാഴ്ചകൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരിക്കണം. കാഴ്ചകൾ കണ്ടപ്പോഴുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കണം. അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം, ഭയം തുടങ്ങിയവ. അനുയോജ്യമായ ചിഹ്നങ്ങൾ, ഖണ്ഡിക തിരിച്ചെഴുതൽ എന്നിവ പാലിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു യാത്രാ വിവരണം എഴുതി നോക്കാം. അജന്തയിലേക്കൊരു യാത്ര. ഞങ്ങൾ കോളേജിൽ നിന്നും അജന്ത എല്ലോറ ഗുഹകളിലേക്കാണ് പഠനയാത്ര പോകാൻ തീരുമാനിച്ചത്. ദൂരമായതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 21 കുട്ടികളും അധ്യാപകരും കൃത്യം 7 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:30 ട്രെയിൻ പുറപ്പെട്ടു. അങ്ങനെ കളിയും ചിരിയുമായി യാത്ര ആരംഭിച്ചു. ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ മനോഹരമായ പരുത്തിത്തോട്ടം കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് പരുത്തിത്തോട്ടം നേരിൽ കാണുന്നത്.
അങ്ങനെ ഞങ്ങൾ രാത്രി 10 മണി കഴിഞ്ഞു പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത ടൂറിസ്റ്റ് ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ബാഗും കെട്ടുമൊക്കെ എടുത്ത് ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ എത്തി. അത്ര വലുതല്ലെങ്കിലും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മുറിയിൽ 5 പേർ വീതം കയറി. എല്ലാവർക്കും യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. കട്ടിൽ കണ്ട ഉടനെ ഓരോരുത്തരായി കയറിക്കിടന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും തയ്യാറായി. 9 മണിക്ക് അജന്ത ഗുഹ പരിസരത്തെത്തി. ഗുഹ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള സങ്കല്പം ആയിരുന്നില്ല അത്. വലിയ കരിങ്കൽ കെട്ടിടങ്ങൾ, ഓരോ കെട്ടിടത്തിനെയും താങ്ങി നിർത്താൻ കരിങ്കൽ തൂണുകൾ. അതിലെ ഓരോ കൊത്തുപണികളും വളരെ മനോഹരമായിരുന്നു. വ്യത്യസ്ത തരം ചിത്രങ്ങൾ, നിറങ്ങൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഭംഗി, എണ്ണിയാൽ തീരാത്ത മുറികൾ. ഞങ്ങൾ പല വിധത്തിലുള്ള ഫോട്ടോകൾ എടുത്തു. വിശന്നപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്തേക്ക് കുറേ കുരങ്ങന്മാർ വന്നു. ഞങ്ങൾ കയ്യിലുള്ള പലഹാരങ്ങൾ എറിഞ്ഞു കൊടുത്തു. 2 കൈയിലും പിടിച്ച് തിന്നുന്ന കുട്ടിക്കുരങ്ങനെ ഞങ്ങൾ ഫോട്ടോയിൽ പകർത്തി. അപ്പോൾ അധ്യാപകരിൽ ഒരാൾ പറഞ്ഞു, സൂക്ഷിക്കണം, ഫോൺ തട്ടിപ്പറിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോൾ ഇത്രയുമാണ് യാത്രാ വിവരണം. നമ്മൾ ഘടനയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഈ ഒരു യാത്രാ വിവരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു, പ്രത്യേകതകൾ കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയുടെ മനോഹാരിത ചൂണ്ടിക്കാട്ടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാ? പല വർണ്ണ പൂക്കൾ, പൂമ്പാറ്റകളുടെ അകമ്പടി, മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങന്മാർ, ഓടിമറയുന്ന മുയലുകൾ, പൂത്തു നിൽക്കുന്ന ചെടികൾ, പാടുന്ന അരുവികൾ. ഇതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് തീവണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൈതൃക വണ്ടി, മൗണ്ടൻ റെയിൽവേ, മാഗ്നറ്റിക് വണ്ടി. അടുത്തത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വിവിധ സംസ്കാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഈ യാത്രാ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് അടുത്ത ഭാഗത്ത് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതും കൂടാണ്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.